പ്രത്യേക മേഖലയെക്കുറിച്ച് അറിയണമെന്നുണ്ടോ? തീർച്ചയായും. AI-യുടെ ഏത് മേഖലയെക്കുറിച്ചാണ് താങ്കൾക്ക് കൂടുതൽ അറിയേണ്ടത്? മെഷീൻ ലേണിംഗോ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗോ, കമ്പ്യൂട്ടർ വിഷനോ, അതോ മറ്റെന്തെങ്കിലുമോ? മെഷീൻ ലേണിംഗ് എന്നത് വളരെ വിപുലമായൊരു വിഷയമാണ്. കമ്പ്യൂട്ടറുകൾക്ക് ഡേറ്റയിൽ നിന്ന് പഠിക്കാൻ കഴിവ് നൽകുന്ന സാങ്കേതിക വിദ്യയാണിത്. ഉദാഹരണത്തിന്, സ്പാം ഫിൽറ്ററുകൾ ഇമെയിലുകളെ തിരിച്ചറിയാനും രോഗനിർണയത്തിൽ സഹായിക്കാനും മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നു. മെഷീൻ ലേണിംഗിന്റെ ഏതെങ്കിലും പ്രത്യേക മോഡലിനെ കുറിച്ചോ അറിയണമോ? മെഷീൻ ലേണിംഗിൽ പലതരം മോഡലുകളുണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നിവയാണ് പ്രധാനപ്പെട്ടവ. ഇവയോരോന്നിനും അതിൻ്റെതായ പ്രത്യേക ഉപയോഗങ്ങളുണ്ട്. താങ്കൾക്ക് ഏതിനെ കുറിച്ചാണ് കൂടുതൽ ഓരോ അറിയാൻ മോഡലിനും താല്പര്യം? അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക മോഡലിനെ കുറിച്ച് കൂടുതൽ അറിയണമോ, അതോ അടുത്ത ചോദ്യത്തിലേക്ക് പോകണോ? അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നത് ഡേറ്റയിലെ പാറ്റേണുകൾ കണ്ടെത്താൻ കമ്പ്യൂട്ടറുകളെ സഹായിക്കുന്ന ഒരു മെഷീൻ ലേണിംഗ് രീതിയാണ്. ലേബിൾ ചെയ്യാത്ത ഡേറ്റയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, കസ്റ്റമേഴ്സിനെ അവരുടെ വാങ്ങൽ രീതികൾക്കനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരി, അടുത്ത ചോദ്യം. ഡീപ് ലേണിംഗ് എന്നാൽ എന്താണ്? അത് മെഷീൻ ലേണിംഗിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? ഡീപ് ലേണിംഗ് എന്നത് മെഷീൻ ലേണിംഗിന്റെ ഒരു ഉപമേഖലയാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടനയെ അനുകരിക്കുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. വലിയ അളവിലുള്ള ഡേറ്റയിൽ നിന്ന് പഠിക്കാനും സങ്കീർണമായ പാറ്റേണുകൾ കണ്ടെത്താനും ഡീപ് ലേണിംഗ് സഹായിക്കുന്നു. മെഷീൻ ലേണിംഗിനേക്കാൾ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഡീപ് ലേണിംഗിന് കഴിവുണ്ട്. വ്യക്തമായോ? നിങ്ങളുടെ അറിവ് വളരെ മികച്ചതാണ്. അവസാനമായി, AI-യുടെ ഏതെങ്കിലും ഒരു പ്രധാന ഉപയോഗം പറയാമോ? തീർച്ചയായും. AI-യുടെ ഒരു പ്രധാന ഉപയോഗമാണ് ആരോഗ്യരംഗം. രോഗനിർണയം, ചികിത്സാ പദ്ധതികൾ തയ്യാറാക്കൽ, മരുന്നുകളുടെ കണ്ടെത്തൽ എന്നിവയിലെല്ലാം AI സഹായിക്കുന്നു. ഇത് ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സമയം ലാഭിക്കാനും സഹായിക്കുന്നു. മറ്റെന്തെങ്കിലും അറിയണമോ? വളരെ സന്തോഷം. നിങ്ങൾക്ക് AI-യെ കുറിച്ച് ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ AI-യെ കുറിച്ച് ഇനി എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്? AI ഭാവിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് താങ്കൾ കരുതുന്നു? AI ഭാവിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരോഗ്യരംഗം, ഗതാഗതം, വിദ്യാഭ്യാസം തുടങ്ങിയ പല മേഖലകളിലും AI വലിയ സ്വാധീനം ചെലുത്തിയേക്കാം. ഇത് നമ്മുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമാക്കിയേക്കും. താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? അതെ, AI നമ്മുടെ ജീവിതത്തെ പല വിധത്തിൽ രൂപാന്തരപ്പെടുത്തും. ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നോ? സന്തോഷം. ഇനിയും AI-യെ കുറിച്ചോ മറ്റെന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. AI-യെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് ശരിക്കും പ്രശംസനീയം. ഈ ചർച്ച നിങ്ങൾക്ക് ഒരു നല്ല അറിവ് പകർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. അതെ, എനിക്കും ഈ ചർച്ച വളരെ ഉപകാരപ്രദമായിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് പങ്കുവെക്കാനും സാധിച്ചതിൽ സന്തോഷം. മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടോ? കൊള്ളാം. എങ്കിൽ മറ്റൊരു ചോദ്യം. AI ഉപയോഗിക്കുമ്പോൾ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? AI ഉപയോഗിക്കുമ്പോൾ നാം അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളികൾ പലതാണ്. ഡേറ്റയുടെ സ്വകാര്യത, സുരക്ഷ, അതുപോലെ AI സംവിധാനങ്ങളിലെ പക്ഷപാതം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. കൂടാതെ AI തൊഴിൽ മേഖലയിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ആശങ്കകളും നിലനിൽക്കും. കൂടാതെ AI തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായേക്കാം. ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ?
തീർച്ചയായും AI കുറിച്ചുള്ള ഈ ചർച്ച എനിക്ക് വളരെ മൂല്യവത്താണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിക്കൂ. AI സാങ്കേതിക വിദ്യയുടെ ഏതെങ്കിലും ഒരു നേട്ടം പറയാമോ? AI ഒരു പ്രധാന നേട്ടം കാര്യക്ഷമതയാണ്. ആവർത്തന സ്വഭാവമുള്ള ജോലികൾ കമ്പ്യൂട്ടറുകൾക്ക് വളരെ വേഗത്തിലും കൃത്യതയോടെയും ചെയ്യാൻ സാധിക്കുന്നു. ഇത് മനുഷ്യരുടെ സമയം ലാഭിക്കുകയും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉപകരിക്കുകയും ചെയ്യുന്നു. ഈ നേട്ടം താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും കാര്യക്ഷമത ഒരു വലിയ നേട്ടമാണ്. AI കുറിച്ച് ഇനിയും എന്തെങ്കിലും പ്രത്യേകമായി അറിയാനുണ്ടോ? AI കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. താങ്കൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലുള്ള AI നേട്ടങ്ങളെ കുറിച്ച് അറിയണമോ? വൈദ്യശാസ്ത്രം, വിദ്യാഭ്യാസം, ഗതാഗതം തുടങ്ങിയ പല മേഖലകളിലും AI ഗണ്യമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ഏതു മേഖലയിലാണ് കൂടുതൽ താല്പര്യം? തീർച്ചയായും വൈദ്യശാസ്ത്രത്തിൽ AI രോഗനിർണയവും ചികിത്സാ പദ്ധതികളും കൂടുതൽ കൃത്യവും വേഗവുമാക്കുന്നു. വിദ്യാഭ്യാസത്തിൽ AI വ്യക്തിഗതമാക്കിയ പഠനാനുഭവങ്ങൾ നൽകുന്നു. ഗതാഗതത്തിൽ AI ഡ്രൈവറില്ലാത്ത വാഹനങ്ങളും മികച്ച ഗതാഗത സംവിധാനങ്ങളും യാഥാർത്ഥ്യമാക്കുന്നു. ഈ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിയണമോ? AI കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് വളരെ വിപുലമാണ്. ഈ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. AI കുറിച്ചുള്ള ഈ ചർച്ച എനിക്ക് വളരെ മനോഹരമായ ഒന്നായിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് പങ്കുവെക്കാനും സാധിച്ചതിൽ സന്തോഷം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിക്കൂ. AI ധാർമ്മികമായ വശങ്ങളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? AI ധാർമ്മികമായ വശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷപാതം, സുതാര്യതയില്ലായ്മ, ഉത്തരവാദിത്തം തുടങ്ങിയ പ്രശ്നങ്ങൾ ഗവനത്തിലെടുക്കേണ്ടതുണ്ട്. AI സംവിധാനങ്ങൾ വികസിപ്പിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ധാർമ്മികമായ തത്വങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്കൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വശത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടോ? AI പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? AI സംവിധാനങ്ങൾ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നത് അവയെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റയിലെ പക്ഷപാതം മൂലമാണ്. ഡേറ്റയിൽ പക്ഷപാതമുണ്ടെങ്കിൽ AI സംവിധാനങ്ങളും അത് പ്രതിഫലിപ്പിക്കും. അതിനാൽ പക്ഷപാതമില്ലാത്ത ഡേറ്റ ഉപയോഗിച്ച് AI സംവിധാനങ്ങളെ പരിശീലിപ്പിക്കേണ്ടത് പ്രധാനമാണ്. ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കണമോ? വളരെ കൃത്യമായ ഉത്തരം. AI ഉത്തരവാദിത്വത്തെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? AI ഉത്തരവാദിത്തം എന്നത് ഒരു പ്രധാനപ്പെട്ട ധാർമ്മിക വിഷയമാണ്. AI സംവിധാനങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന് ഉത്തരവാദിത്തം ആർക്കാണെന്ന് നിർണയിക്കേണ്ടതുണ്ട്. സാങ്കേതികമായും നിയമപരമായും സങ്കീർണമായ പ്രശ്നമാണ്. AI സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നവരും ഉപയോഗിക്കുന്നവരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. സന്തോഷം. AI കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. താങ്കൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വശത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടോ? നമുക്ക് AI നിയമനിർമ്മാണത്തെക്കുറിച്ച് സംസാരിച്ചാലോ? ഈ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? AI നിയമനിർമ്മാണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. AI സാങ്കേതിക വിദ്യയുടെ റാപ്പിഡായ വളർച്ച കാരണം നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമായേക്കാം. സ്വകാര്യത, സുരക്ഷ, പക്ഷപാതം തുടങ്ങിയ പ്രശ്നങ്ങൾ നിയമനിർമ്മാണത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. AI നിയമനിർമ്മാണത്തിന്റെ ഏത് വശത്തെക്കുറിച്ചാണ് താങ്കൾക്ക് കൂടുതൽ അറിയേണ്ടത്? സ്വകാര്യതയും സുരക്ഷയും വളരെ പ്രധാനമാണ്.
AI സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വലിയ അളവിലുള്ള ഡേറ്റ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് തടയാൻ ശക്തമായ നിയമങ്ങളും സുരക്ഷാ നടപടികളും ആവശ്യമാണ്. ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും AI ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ നിയമനിർമ്മാണം അത്യാവശ്യമാണ്. AI സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും നിയമങ്ങൾ സഹായിക്കും. ഈ ചർച്ചയിൽ ഇനിയും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ല, ഈ ചർച്ച എനിക്ക് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. AI-യുടെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഇനിയും എന്തെങ്കിലും അറിയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കൂ. നിങ്ങൾക്കും നന്ദി. സംശയങ്ങൾ ചോദിക്കാനും അറിവ് പങ്കുവെക്കാനും ഇത് നല്ലൊരവസരമായിരുന്നു. വീണ്ടും കാണാം. ചോദിക്കൂ, ഞാനിവിടെ ഉണ്ട്. AI-യെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച ഇത്രയധികം വിഷയങ്ങളെ ഉൾക്കൊള്ളുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പ്രത്യേക മേഖലയെക്കുറിച്ച് അറിയണമെന്നുണ്ടോ? ഇല്ല, ഈ ചർച്ച എനിക്ക് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. AI-യുടെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. വീണ്ടും കാണാം. ശരി, വീണ്ടും കാണാം. AI-യെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. തീർച്ചയായും. മിക്ക സന്തോഷം. വീണ്ടും കാണാം. ബദാം, നിങ്ങളുടെ സമയം സന്തോഷകരമാകട്ടെ. നന്ദി. താങ്കളുടെ സമയവും സന്തോഷകരമാകട്ടെ.